ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറൂസ് ന്യൂസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലേക്ക്. നെല്ലിയാമ്പതി പോകുന്ന വഴി പോത്തുണ്ടി ഡാമിലാണ് ഞങ്ങൾ ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇനി സ്റ്റെപ്പ് കയറി നമുക്ക് ഈ ഡാമിലേക്കൊന്ന് എത്താം. അതിന് നമ്മളേക്ക് ഒത്തിരി സ്റ്റെപ്പ് കയറാനുണ്ട്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തുകയാണ്. പിന്നെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പോത്തുണ്ടി ഡാം 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ പഴക്കം ചെന്ന ഒരു ഡാം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ പോത്തുണ്ടി ഡാമിൻ്റെ മുകളിൽ നല്ല മനോഹരമായ സ്ഥലമാട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഡാമിൻ്റെ മുകളിലെത്തി. അപ്പോൾ അവിടെ നല്ല മനോഹരമായ മലയാണ് ഈ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തണുത്ത കാറ്റ്, നല്ല വീശുന്ന വലിയ കാറ്റുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് കുറച്ച് വെയിലുണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതി മനോഹരമായ സ്ഥലമൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് ഉദ്യാനങ്ങളുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പോത്തുണ്ടി ഡാമിലേക്ക് പോകുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഈ ഉദ്യാനത്തിൽ കളിക്കുകയാണ്. കുറച്ച് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെയൊക്കെ ഒന്ന് കുട്ടികൾ കളിക്കുന്നതൊക്കെ ഒന്ന് കാണാം. കുട്ടികളൊക്കെ പാർക്കിൽ നല്ല എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. കുട്ടികൾ നല്ല രസമായിട്ട് ഇവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാം. പിന്നെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായി. ഇവിടെ കോളേജിലെ കുട്ടികൾ വന്നിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഉള്ളിലുള്ള പൂന്തോട്ടം നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സൗകര്യമുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് ആസ്വദിച്ച് കാണാം. നെല്ലിയാമ്പതി സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഒരു മലയാണ്, ചിന്തിക്കാൻ വഴി അത്രയും പൊക്കത്തിലാണ് ഈ മല. അപ്പോൾ എല്ലാ വിനോദസഞ്ചാരികളും ഇവിടെ കയറി ഈ വണ്ടി നിർത്തി ഇത് കണ്ടിട്ടാണ് സീതാർകുണ്ടിലേക്ക് പോകുന്നത്. സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴി ഒരുപാട് കാപ്പിത്തോട്ടവും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി സീതാർകുണ്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ സീതാർകുണ്ടാണ് ഈ കാണുന്നത്. വണ്ടി വരില്ല. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഈ സീതാർകുണ്ടിലേക്ക് നമ്മൾ എത്തുന്നത്. കുറച്ച് നടന്നാൽ നമുക്ക് ഇതിൻ്റെ വ്യൂ പോയിന്റിലെത്താം. അപ്പോൾ സീതാർകുണ്ടിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു ബോർഡുണ്ട്. കടന്നു വരുന്നിടത്ത് തന്നെ അപകട സാധ്യത എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എല്ലാവരും. പിന്നെ ഇവിടെ നല്ല സീതാർകുണ്ട് അടിപൊളി പ്ലേസാണ്. ടൂറിസ്റ്റുകാർ ഒത്തിരി വന്നു പോകുന്ന സ്ഥലമാണ്. നെല്ലിയാമ്പതി വന്നാൽ എല്ലാവരും ഈ സീതാർകുണ്ടിലാണ് വരുന്നത്. ഇവിടുത്തെ വ്യൂ പോയിൻ്റാണ് ഈ മലയാണ്. ഇത് വിശദമായി നമുക്ക് കാണാനും കഴിയുന്നില്ല. നല്ല മഞ്ഞ് കാരണം ഇതിങ്ങനെ മൂടിയിരിക്കുകയാണ്. എന്നാലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. സീതാർകുണ്ടിന്ന് തിരിച്ചു വരുമ്പോൾ വഴിയിൽ കാണുന്ന കാഴ്ചയാണ് കുരങ്ങന്മാരെയും മ്ലാവ് എന്ന് പറയുന്ന സാധനം. ഈ മ്ലാവ് ഈ വഴിയിൽ റോട്ടിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മ്ലാവിനെ നമുക്കൊന്ന് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓറഞ്ച് ഫാം, ഗവൺമെൻറ് ഓറഞ്ച് ഫാം ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി കാണാം.
ഈ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൻ്റെ ഉള്ളിൽ ഒരുപാട് തൈകളൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് ഇവിടുന്ന് വാങ്ങുന്നതാണ്, എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. ആന്തൂറിയം ചെടികളും പിന്നെ പേരക്ക, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ പല ഐറ്റങ്ങളും ചെടികളും നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ഈ ഓറഞ്ച് ഫാമിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന വഴി ഒന്ന് കാണാം. നെല്ലിയാമ്പതിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കുഴിമന്തിയും ചിക്കൻ ബിരിയാണിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങളുമായുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.